ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ റീസെൻ്റ് ഞാൻ കുറച്ച് ബ്രാ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. 30s ശേഷം സ്ത്രീകളിൽ ബ്രസ്റ്റ് സാഗ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് കുറേ റീസൺസ് ഉണ്ടാവും. ജെനറ്റിക്സ് ഉണ്ടാവും, റോങ് പോസ്ചർ ഉണ്ടാവും, അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കൂടുക, കുറയുക, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവും. അങ്ങനെ കുറേ റീസൺസ് ഉണ്ടാവും. പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാത്തവർക്കും അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് തടയാനായിട്ട് നമുക്ക് എന്തായാലും പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ബ്രാ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പരിധി വരെ സാഗ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. ഓൾറെഡി ഇപ്പോൾ കുറേ പേർക്ക് സാഗിങ് ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിന് പറ്റിയ കുറച്ച് സാധനങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഷയ്യവയുടെ ആപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പം മിക്ക ആളുകളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കും നമ്മുടെ സൈസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ ABC അങ്ങനെ കുറേ സൈസുകളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മുന്നേ ഭയങ്കര ഡൗട്ടായിരുന്നു എൻ്റെ സൈസ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് സൈസ് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസും വേസ്റ്റിൻ്റെ സൈസും അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ സൈസ് അവർ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ എൻ്റെ 30B ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൈസിലുള്ള ബ്രാസ് അവർ കാണിച്ചു തരും. അങ്ങനെ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. കാര്യം അകത്തിടുന്ന സാധനമാണെങ്കിലും നമ്മൾ എന്ത് വാങ്ങിച്ചാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും വാങ്ങുന്നത്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് വൺ ഈ ഒരു ഡെയ്സി ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്ന ബ്രായാണ് കേട്ടോ. ഇത് 3/4 കവറേജ് ആണ്. എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഷൈവയുടെ എല്ലാ ബ്രാസും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ 2 വർഷമായിട്ട് ഇവരുടെ ബ്രാസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവരിഡേ ബ്രാ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പം ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കൂർത്തിരിക്കും, പൊങ്ങിയിരിക്കും. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളും ആണ്. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നോൺ പാഡഡ് ആണ് കേട്ടോ. അതുപോലെ ഇത് വയർ ഫ്രീയും ആണ്. നമുക്ക് ടീഷർട്ടിനൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള കപ്പും ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നല്ല ഫുൾ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ബ്രസ്റ്റ് സാഗിങ്ങൊക്കെ ഉള്ളവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് പർപ്പിൾ റോസ് ആണ് ഈ ഒരു കളറ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാസ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമുക്ക് അധികകാലം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ പോലും ബാക്കിയുള്ളതൊക്കെ പൊട്ടുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് പൊട്ടുവോ ഇങ്ങനെ കേടുവരുമോ ഒന്നുമില്ല. നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് ബ്രാ അത്ര ക്യൂട്ട് അല്ലെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഇത് ഫുൾ കവറേജ് ബ്രാ ആണ്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ലെയർ വരുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയുക നിപ്പിൾസ് ഒക്കെ കുറച്ച് പൊങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ വേണമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡബിൾ ലെയർ വരുന്നുണ്ട്. പിന്നെ വയർ ഫ്രീ ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വയറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ ഒരു മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. പിന്നെ നോൺ പാഡഡ് ആണ് കേട്ടോ. അപ്പം ഇത് ഫുൾ കവറേജ് കിട്ടുന്നുണ്ട്. ഹെവി ബസ്റ്റൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ക്ലോത്തും എക്സ്റ്റെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മുറുക്കുണ്ടാവും. നമ്മൾ മുറുക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മുറുകി നിൽക്കും. മൊത്തത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ നെക്സ്റ്റ് ബ്രാ ഈ ഒരു ബ്രാ ആയിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു എവറിഡേ ബ്രാ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നോൺ പാഡഡ്, മൗൾഡഡ്, പിന്നെ അതുപോലെ തന്നെ പ്ലഞ്ച് ബ്രാ ആണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിനെ നന്നായിട്ട് സാഗ് ചെയ്യാണ്ട് ഒരു എന്താ പറയുക നമ്മൾ ടൈറ്റ് ചെയ്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരും. അപ്പം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലീവേജ് ലൈനൊക്കെ കിട്ടാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വയർ ഫ്രീ ആണ് കേട്ടോ. എല്ലാ ബ്രായും വയർ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡബിൾ ലെയർ ആണ്. അപ്പോൾ നിപ്പിളിൻ്റെ അവിടെ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. 3/4 കവറേജും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക്കും എക്സ്റ്റെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫുള്ളർ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഹെവി ബെസ്റ്റ് ഉള്ളവർക്കൊക്കെ നല്ല സപ്പോർട്ടോട് കൂടി ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ ബിഗ്ഗർ സൈസസിന് വേണ്ടിയിട്ട് വൈഡ് ഹുക്കും വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ബ്രാ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ബെസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു സ്പെഷ്യൽ ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ കൂടെ സാഗ് ചെയ്യാത്ത രീതിയിൽ നല്ലപോലെ വിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് ബ്രാ ഈ ഒരു നോൺ പാഡഡ് എവറിഡേ ബ്രാ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ അരോറ പിങ്ക് ആണ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് നല്ല സപ്പോർട്ടാണ് കേട്ടോ, ബ്രസ്റ്റ് സാഗിങ് ഒക്കെ തടയാതെ നല്ലൊരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഫുൾ കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലപോലെ എന്താ പറയുക, നമ്മുടെ ബ്രസ്റ്റിനെ ലിഫ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രസ്റ്റ് സാഗിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ ടീഷർട്ട്സിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലും കുറേ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെയും ഒരു ഡബിൾ ലെയർ വരുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് പുറത്തേക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അത്യാവശ്യം കട്ടിയുണ്ട്, ഭയങ്കര കംഫർട്ടബിളും ആണ് കേട്ടോ. നമ്മുടെ ഫുൾ ബ്രസ്റ്റിനെയും കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയർ ഫ്രീ ആണ്, സീംലെസ് ആണ്. അപ്പം എവറിഡേ വെയറിനൊക്കെ പറ്റിയ ഒരു ബ്രാ ആണ് കേട്ടോ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് ബ്രാ നോക്കാം. ലാസ്റ്റ് ബ്രാ എക്സ് ഫ്രെയിം ബ്രാ ആണ് കേട്ടോ. ഇത് നോൺ പാഡഡ് ആണ്. അപ്പോൾ എക്സ് ഫ്രെയിം ബ്രാസ് നമുക്കറിയാം ഒരു എക്സ് ഷേപ്പിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മുടെ അണ്ടർ ബ്രസ്റ്റിനെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സീം ഉണ്ട്. ഈ സീം ആണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിനെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രസ്റ്റിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പ് തോന്നിക്കും. സോ ഈ ഒരു ബ്രാ നമുക്ക് എവറിഡേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിലും ഡബിൾ ലെയർ ഉണ്ട്. അതുകൊണ്ട് ഈ ബ്രസ്റ്റിന്റെ ഭാഗമൊന്നും ഇങ്ങനെ പൊങ്ങി നിൽക്കത്തില്ല. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ 3/4 കവറേജും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഫുൾ കപ്പ് വരുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഷൈനിയുടെ എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. എല്ലാം തന്നെ വയർ ഫ്രീ ആണ്. അതുപോലെ നമുക്ക് പാഡഡ് വേണമെങ്കിൽ പാഡഡ് എടുക്കാം, നോൺ പാഡഡ് വേണമെങ്കിൽ നോൺ പാഡഡ് എടുക്കാം. അപ്പം ഞാൻ ഇതിൽ ബ്രസ്റ്റ് സാഗിങ്ങിന് പറ്റിയ കുറച്ച് ബ്രാസ് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പം ഈ ഒരു എക്സ് ഫ്രെയിം, എം ഫ്രെയിം, ഇസഡ് ഫ്രെയിം അങ്ങനെ പല ടൈപ്പ് ഫ്രെയിമുകളുള്ള ബ്രാസ് ഉണ്ട്. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബ്രാസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ്സിനൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോകൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.